മോൻസൺ മാവുങ്കൽ തട്ടിപ്പ് കേസിൽ മതിയായ രേഖകൾ ഹാജരാക്കാൻ പരാതിക്കാർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച്. മോൻസൺ മാവുങ്കലിന് പണം നൽകിയതിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, നികുതി രേഖകൾ എന്നിവയാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരുന്നത്. പരാതിക്കാർ മോൻസൺ നൽകിയ 7,90,00,000 രൂപ ഹവാല പണമാണെന്നും ക്രൈംബ്രാഞ്ച് ആരോപിച്ചിരുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചേർന്നു. വിഷ്ണു, ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കടക്കം അല്ലെങ്കിൽ അവർക്കെതിരെ അടക്കം പരാതിക്കാർ രംഗത്ത് വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കൈക്കൂലി ആവശ്യപ്പെട്ടതടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കാനാകുമ്പോൾ പരാതിക്കാർ മതിയായ രേഖകൾ ഹാജരാക്കിയില്ലെന്ന് ക്രൈംബ്രാഞ്ച് പറയുമ്പോൾ സുഹൈല് 10 കോടി രൂപ മോൻസന് കൈമാറിയെന്നാണ് പരാതിക്കാരനായ യാക്കൂബ് കോടതിയിൽ അറിയിച്ചത്. എന്നാൽ ഇതിൽ 2 കോടി രൂപയുടെ ബാങ്ക് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ബാക്കി തുക കൈമാറിയിരിക്കുന്നത് നേരിട്ടും മറ്റു വഴികളിലൂടെയുമാണ്. അതിൽ ഇതിനോടകം തന്നെ ചില രേഖകൾ പോലീസിന് ക്രൈംബ്രാഞ്ചിൽ ലഭിച്ചിട്ടുണ്ട്. 3,10,00,000 രൂപയുടെ കണക്ക്, അതാണ് നിലവിൽ പോലീസ് അന്വേഷിക്കുന്നത്. ആ കണക്ക് ഇതുവരെ ഹാജരാക്കാൻ പരാതിക്കാർക്ക് ആയിട്ടില്ല. തുടർന്നാണ് ഇന്ന് ഒരിക്കൽ കൂടി വിളിച്ചു വരുത്തി ഇവരോട് ബാങ്ക് രേഖകളും അതോടൊപ്പം ആദായ നികുതി വകുപ്പിന്റെ റിട്ടേൺസും നൽകാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ അത്തരം രേഖകൾ ഇന്നവർ കൈമാറിയില്ല. മറിച്ച് ഈ കേസിലെ മറ്റൊരു പരാതിക്കാരനായ അനൂപിന് നൽകിയ 2 കോടിയുടെ കണക്ക് മാത്രമാണ് ഈ ക്രൈംബ്രാഞ്ചിൽ നൽകിയത്. ഇത് ഒരൽപ്പം ദുരൂഹത ക്രൈംബ്രാഞ്ചിൽ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്ന ഇത് ഹവാല പണമാണെന്ന് നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. അത് കൂടുതൽ സാധൂകരിക്കുന്ന ഒരു നടപടിയിലേക്കാണ് ഈ പരാതിക്കാരുടെ ഇത്തരം നിലപാടുകൾ കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാകുന്നു. ഒരു പക്ഷേ ഇഡിക്ക് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഹവാല ഇടപാട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട ക്രൈംബ്രാഞ്ച് റെഫർ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പരാതിക്കാരാകട്ടെ തങ്ങൾ കൃത്യമായ രീതിയിൽ പണം നൽകിയിട്ടുണ്ട്, ഈ പണം നൽകിയതിന് മതിയായ രേഖകളുണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നേരത്തെ ഈ കേസന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി YR റസ്കത്തിനെതിരെ ഈ പരാതിക്കാർ തന്നെ കോടതിയെ സമീപിച്ചിരുന്നു. അന്വേഷണം അട്ടിമറിക്കാൻ അദ്ദേഹം ശ്രമിച്ചുവെന്നും അതോടൊപ്പം തന്നെ കൈക്കൂലി ഉൾപ്പെടെ ആവശ്യപ്പെട്ടുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ പരാതിക്കാർക്കെതിരെ അന്വേഷണ സംഘം. ശരി, വിഷ്ണു സുരേഷാണ് വാർത്ത വിശദാംശങ്ങൾ നൽകിയത്. മോൻസൺ മാവുങ്കൽ ഉൾപ്പെട്ട തട്ടിപ്പ് കേസിൽ പരാതിക്കാർ അന്വേഷണ സംഘത്തിന് മതിയായ രേഖകൾ ഹാജരാക്കില്ല, ബാങ്ക് അക്കൗണ്ട്, നികുതി അടച്ച രേഖകൾ അടക്കം ഹാജരാക്കില്ല എന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പറയുന്നത്.